ഹലോ, നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവയാണ്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ക്വാണ്ടിറ്റി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് മസാലപ്പൊടികളാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്, ആവശ്യമുള്ളവർ അത് കുരുമുളക് പൊടിയാണ്. അത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. ഇനി നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അതോടൊപ്പം ഒരു അരനാരങ്ങ പിഴിഞ്ഞിട്ടുള്ള നീര് അതും കൂടെ ചിക്കനോടൊപ്പം ആഡ് ചെയ്യാം. പിന്നീട് നമ്മൾ ആഡ് ചെയ്യുന്ന കുറച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് കൈവച്ച് തിരുമ്മി പിടിപ്പിക്കാം. മസാലയിൽ നന്നായിട്ട് ചിക്കനിൽ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ പോർഷനിലേക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. കുക്കർ അടച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 3 വിസിൽ വന്നതിന് ശേഷം ഇപ്പം 3 വിസിൽ കഴിഞ്ഞു. നമുക്കൊന്ന് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. വിസിലൊക്കെ പോയി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ട് നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിരുന്നില്ല. പക്ഷേ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അത്. ഇനി നമുക്ക് ഉള്ളി മൂപ്പിച്ച് അത് ഡ്രൈ ആക്കി എടുക്കാം. ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു മീഡിയം സൈസ് സവോള നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് സോട്ട് ചെയ്യണം. ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ആവുന്നത് വരെ അത് സവോള ഒന്ന് ബ്രൗണിഷ് ഷെയ്ഡ് ആവുന്നത് വരെ അത് സോട്ട് ചെയ്ത് കൊടുക്കണം. 2 മിനിറ്റോളം സോട്ട് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേനും സവോളയൊക്കെ നന്നായി വഴണ്ട് നല്ല ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക, ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ചിക്കൻ്റെ ഒരു പകുതി പണിയൊക്കെ കഴിഞ്ഞു, പകുതിയല്ല 1/4 പണിയും കഴിഞ്ഞു. ഇനി നമ്മൾ ആഡ് ചെയ്യണത് ഒരു വലിയ തക്കാളി, ഒരുവിധം പഴുത്ത വലിയ തക്കാളിയും കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചിട്ടിട്ട് നല്ലതായിട്ട് വെള്ളം വറ്റിച്ച് ഡ്രൈ ആക്കിയെടുക്കുക. നല്ല സ്പെഷ്യലായിട്ട് നല്ല സൂപ്പർ ചിക്കൻ റോസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെയോ റൊട്ടിയുടെയോ ചോറിൻ്റെയോ എന്തിൻ്റെ കൂടെ കഴിച്ചാലും വളരെ ടേസ്റ്റിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. വെരി സിമ്പിളാണ്, വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കണ്ടോ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. ഇനി നമുക്കൊന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി. നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.